നഴ്സസിന് വേണ്ടിയുള്ള നഴ്സിംഗ് ഹോം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? കുറച്ച് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇനീഷ്യലി ചോദിക്കുന്നത്. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ നഴ്സിംഗ് ഹോം സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് നല്ലൊരു ഉത്തരം കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം എന്ത് ടൈപ്പ് ഓഫ് റെസിഡൻസ് ആണ് നഴ്സിംഗ് ഹോമിലുള്ളതെന്ന്. കൂടുതലായിട്ടും ലോങ് ടേം കെയർ ആവശ്യമുള്ള, ഡിമെൻഷ്യ, ഹൈലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സേഫ് ഗാർഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. അതായത് ഡിമെൻഷ്യ പേഷ്യൻസ് പെട്ടെന്ന് അഗ്രസീവ് ആകാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? സൈൻസ് ഓഫ് നെഗ്ലെക്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് ഇതെങ്ങനെ തിരിച്ചറിയാം? ഒരു ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റെസിഡൻറ്റ് സേഫ്റ്റി ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ ആൻസർ ആ രീതിയിലായിരിക്കണം പോകേണ്ടത്. ഓർഗനൈസേഷൻ പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനേജറോട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിലും എക്സാമ്പിൾ വെച്ച് ആൻസർ ചെയ്യണം. നമ്മുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതായത് സ്റ്റാർ മെത്തേഡ്, അതായത് സ്റ്റാർ STAR മീൻസ് സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ ആൻഡ് റിസൾട്ട്. അതായത് നമ്മളൊരു സിറ്റുവേഷൻ, നമ്മളൊരു ആൻസർ പറയുമ്പം നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറയുക, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ പറയുക, അതിന് എന്ത് ടാസ്ക്കാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്, നമ്മൾ എന്ത് ആക്ഷനാണ് അതിനു വേണ്ടി എടുക്കുന്നത്, അതുപോലെ തന്നെ റിസൾട്ട്, എന്ത് റിസൾട്ടാണ് അതുമൂലം ഉണ്ടായത് എന്നുള്ള രീതിയിൽ, സ്റ്റാർ എന്നുള്ള രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ ആൻസർ ഭയങ്കര ഇംപ്രസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ക്ലിയർ ആയിരിക്കും. നഴ്സിംഗ് ഹോമിൽ മെയിനായിട്ട് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ലോങ് ടേം ഇൽനെസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഡിമെൻഷ്യ, അക്യൂട്ടായിട്ട് ചിലപ്പോൾ UTI, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫോൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഫോൾ റിലേറ്റഡ്, പ്രഷർ സോർ വന്നിട്ട്, അല്ലെങ്കിൽ വൂണ്ട് കെയർ, അങ്ങനെയുള്ള ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ നിന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ വൂണ്ട് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, സോർ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ്, കോൺസ്റ്റിപ്പേഷൻ, UTI അത് റിലേറ്റഡ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പെറ്റിക് പേഷ്യൻസ്, ഹൈപ്പർടെൻസീവ് പേഷ്യൻസ് ഇപ്പോൾ മെഡിസിൻ റെഗുലർലി എടുക്കുന്നില്ല, ദെൻ വാട്ട് യു ക്യാൻ ഡു ഫ്രം യുവർ സൈഡ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മെഡിക്കലി റിലേറ്റഡ് വരുന്നത്. ഫോൾസ് റിലേറ്റഡ്, അതായത് പെട്ടെന്നൊരു പേഷ്യൻറ്റ് അൺഎക്സ്പെക്റ്റഡ് ഫോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫോൾ ഇൻസിഡൻസ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ പെയിൻ മാനേജ്മെൻറ്റ്, ക്രോണിക് പെയിൻ ഉള്ള പേഷ്യൻസിന് പെയിൻ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നഴ്സിംഗ് ഹോമിൽ. ഇപ്പോൾ മെഡിക്കലി റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമുക്ക് ഡിമെൻഷ്യ, അഗ്രസീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ തന്നെ ആൻസർ പറയുക. ഒരു സിറ്റുവേഷൻ പറയുക, എന്നിട്ട് ആ ടൈമിലെടുത്ത ടാസ്ക് പറയുക, നിങ്ങളെടുത്ത ആക്ഷൻ എന്താണെന്ന് പറയുക, അതുപോലെ ഉണ്ടായ റിസൾട്ട്, ആ രീതിയിൽ ആൻസർ കൊടുക്കുക. കൂടുതൽ എംപത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആൻസർ കൊടുക്കുക. അതുപോലെ ഓർഗനൈസേഷൻ പോളിസീസ് ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവണം നമ്മുടെ ആൻസേഴ്സിലൂടെ. ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ ടേംസ് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട്, ഹൈപ്പർ ടെൻഷൻ എന്നുള്ള, ഹൈ ബ്ലഡ് പ്രഷർ എന്നുള്ള രീതിയിലൊക്കെ വേണം നമ്മൾ പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയാം. റെസിഡൻസിൻ്റെ ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി നമുക്ക് എങ്ങനെ എൻഷുർ ചെയ്യാം എന്ന് ചോദിക്കാം. മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഹൈ വർക്ക് ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടുള്ള വർക്ക് ലോഡ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്, ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ വി വിൽ സീക്ക് ഫോർ ഹെൽപ്പ് എന്ന് നമുക്ക് പറയാം. അവിടെ ഒരു കൊളീഗ് പുവർലി അവിടെയുള്ള റെസിഡൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കെയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും. ഓർഗനൈസേഷൻ പോളിസി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ മാനേജറോട് റിപ്പോർട്ട് ചെയ്യണം. പേഷ്യൻറ്റ് സേഫ്റ്റി, ഡിഗ്നിറ്റിക്കൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് വേണം പറയാനായിട്ട്. കോവർക്കേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും പ്രൊഫഷണലി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. നമ്മൾ മാനേജറെ ഇൻഫോം ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ഇൻഫോം ചെയ്യുന്നു. പേഷ്യൻ്റ് കെയറിനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ രീതിയിലുള്ള ആൻസേഴ്സ് നമ്മൾ പറയാം. നഴ്സിംഗ് ഹോമിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് എൻഡ് ഓഫ് ലൈഫ് കെയർ. അപ്പോൾ അത് റിലേറ്റഡ് ചോദിക്കാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ എൻഡ് ഓഫ് ലൈഫ് കെയറിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ആ റെസിഡൻറ്റിനെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ആ ടൈം പീരീഡിൽ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാം. റെസിഡൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൊടുക്കുന്നു, പേഷ്യൻ്റ് കെയർ ആൻഡ് സേഫ്റ്റിക്ക് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഓർഗനൈസേഷൻ്റെ പോളിസീസ് ഫോളോ ചെയ്യുന്ന രീതിയിലുള്ളത്. പിന്നെ നമ്മളെപ്പോഴും ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയേണ്ടത്. എങ്ങനെ നമുക്ക് ഒരു റെസിഡൻറ്റിൻ്റെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ കംഫോർട്ട് എൻഷുർ ചെയ്യാൻ പറ്റും,
അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആസ് എ നേഴ്സ്. അവർ സേഫ് ആണെന്ന് എൻഷുർ ചെയ്യുക. ഇപ്പം അവർക്ക് റെഗുലർ പെയിൻ മാനേജ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുന്ന കാര്യം, അതുപോലെ തന്നെ പൊസിഷൻ ചേഞ്ച് കൊടുക്കുന്ന കാര്യം, ഇമോഷണലി അവൈലബിൾ ആകുന്ന കാര്യം, അവർക്ക് റെഗുലറായിട്ട് ചെക്ക് ഇൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുമായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം എല്ലാ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് പറ്റുന്നത്ര ചോദ്യങ്ങൾക്കും നിങ്ങളുടേതായ എക്സാമ്പിൾസ് കൊടുത്ത്, പറ്റുവാണെങ്കിൽ ആ സ്റ്റാർ ഫോർമാറ്റിൽ തന്നെ ഉത്തരങ്ങൾ കൊടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നഴ്സിംഗ് ഹോം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.